സ്വർണ്ണവില ഭയങ്കരമായി തരിപ്പണമാവാൻ കാരണം എന്താ? മറ്റൊന്നുമല്ല, ഒരു വലിയ സംഭവം സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജൂൺ 2-ന് ഇസ്താംബൂളിൽ വെച്ചിട്ട് റഷ്യ യുക്രൈൻ യുദ്ധ പീസ് ടോക്ക് വീണ്ടും നേരത്തെ ഇതേപോലെ തകർന്നത് ഈ സമയത്തായിരുന്നു. 68,000 സംതിങ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പോൾ അടുത്ത് ആ സീസ് ഫയർ ടോക്സ് ഒന്നും ഇപ്പോൾ തകർന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഉയർന്നു പൊങ്ങിയ സാധനം വീണ്ടും തകർന്ന് തരിപ്പണമാകാൻ കാരണം ജൂൺ 2-ന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീറ്റിംഗ് ഉണ്ടെന്ന് റഷ്യ പറഞ്ഞിട്ടുള്ളൂ, ഉക്രൈന് സമ്മതിച്ചതായിട്ടില്ല. ഉക്രൈന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ഇത് റെഡിയാക്കി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൾറെഡി മെമ്മറണ്ടം. അത് ഇനി റഷ്യ അടുത്ത ആഴ്ച ജൂൺ 2-ന് അത് പറഞ്ഞിട്ടുള്ളത്. ജൂൺ 2-ന് മുമ്പായിട്ട് അതൊരു കഥപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു ഒഫീഷ്യലായിട്ട് ഇത് അംഗീകരിച്ചാണ്ട് എന്താക്കിയിട്ടില്ല, ഇത് റെഡി ആയിട്ടില്ല എന്നാണ് ഉക്രൈന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റഷ്യ ജൂൺ 2-ന് പറഞ്ഞത്. അത് മാത്രമല്ല, റഷ്യൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ റഷ്യൻ ഡെലിഗേഷൻ സംഘത്തിലെ വ്ളാഡിമിർ മെഡിനിസ്കി ഉക്രൈൻ്റെ ഡിഫൻസ് മിനിസ്റ്ററെ ഈ പീസ് ടോക്കിന് വേണ്ടിയിട്ട് വിളിച്ചു എന്നുള്ളതാണ്. ഡിഫൻസ് മിനിസ്റ്റർ ഉമറോവിനെ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റും അതേപോലെ സ്ഥലവും ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അത് നെക്സ്റ്റ് ദിവസം അത് ഇസ്താംബൂളാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്താംബൂൾ തന്നെയാണ് കഴിഞ്ഞതുള്ളത്. അതിനിടയ്ക്ക് കീവും ജർമ്മനിയും അതേപോലെ ഉക്രൈനും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. 50,000 റഷ്യൻ പട്ടാളക്കാർ സുമി റീജിയൻസിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെലൻസ്കി അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ വോയിസുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ട്രൈലാറ്ററൽ ടോക്സ് ഇൻക്ലൂഡിങ് US അതിന് റെഡിയാണെന്നൊക്കെ സെലൻസ്കി അതും പറയുന്നുണ്ട്. ഇതുവരെ സാങ്ഷൻസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെനാൽറ്റി ആക്കിയിട്ട് കരുതിയിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിൻ്റെ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് കടുത്ത ഭാഷയിലൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട് എന്താണെന്ന്. എന്നാലും ഉപരോധങ്ങളൊന്നും ഇതുവരെ മോസ്കോക്കെതിരെ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വലിയ രീതിയിലുള്ള റെഡി ആയിട്ടില്ല ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ന് പറയുന്നത്. അതായത് ജൂൺ 2-ന് ഇസ്താംബൂൾ ചർച്ചയ്ക്ക് റെഡി ആകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും അതിൽ ഇന്നറിയലിന് ഏറ്റവും ഇതിൽ സ്വാധീനിച്ചിട്ട് വരികൾ ഇതാണ്. വ്ളാഡിമിർ മെഡിൻസ്കി കോൾഡ്, അതാണ് ഏറ്റവും. റഷ്യൻ ഡെലിഗേഷൻ സംഘത്തിൽ വ്ളാഡിമിർ മെഡിൻസ്കി വിളിച്ചു ഉക്രൈൻ ഡിഫൻസ് മിനിസ്റ്റർ ഉമറോവിനെ വിളിച്ചു എന്നുള്ളതാണ്. സമയവും സ്ഥലം പറയാൻ വേണ്ടിയിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അത് മാത്രമല്ല, ലെവറോവ് ആരെങ്കിലും നേരത്തെ പറഞ്ഞ് വളരെ ഇതാണ് പോരാ എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ ഡെലിഗേഷൻ സംഘത്തിനെ കുറിച്ച്. പക്ഷേ റഷ്യൻ്റെ ഫോറിൻ മന്ത്രി വിദേശകാര്യമന്ത്രി ലെവറോവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 2-ന് കാര്യം. അതും വളരെ പ്രധാന കാര്യം. പക്ഷേ കീവ് ഇതുവരെയും റിപ്ലൈ അതിന് കറക്റ്റായിട്ട് നൽകിയിട്ടില്ല. റിപ്ലൈ നൽകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ തന്നെ അവരവരുടെ ഇത് റെഡിയാക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലി അഗ്രി ചെയ്തിട്ടില്ല. അതിൻ്റെ വാർത്ത കൂടിയും അഗ്രി ചെയ്യുമായിരിക്കും സംസാരത്തിന് വേണ്ടിയിട്ട്. എന്തായാലും അത് നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വർണ്ണവില ഭയങ്കരമായി തകർന്നു. ഞാൻ പറഞ്ഞല്ലോ, 71,480 നിന്നും ഇന്ന് 1000 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ഗോൾഡ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും തകർന്നു കൊണ്ടിരിക്കുകയാണ്, തകർച്ച നിന്നിട്ടില്ല എന്നുള്ളതാണ്.